ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മോമിക്കോം കേരള. അപ്പോൾ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നത് കരുതുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ്. വേറെ ഒന്നുമല്ല, ചക്കക്കുരുവും പാവയ്ക്കയും ചേർത്തിട്ട് നമുക്കൊരു ഉലർത്ത എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ചക്കക്കുരു വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പാവയ്ക്ക ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ പാവയ്ക്കയിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പ് ഇങ്ങനെ ചേർത്തിട്ട് നമുക്ക് കുറച്ച് നേരം വെക്കണം. ഉപ്പ് ചേർത്ത് ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ കുറേശ്ശെ പാവയ്ക്കായിട്ട് എടുത്ത് ഇങ്ങനെ അതിൻ്റെ നീര് പിഴിഞ്ഞ് കളഞ്ഞ് എടുക്കാം. നമ്മൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യണേന്ന് വെച്ചാൽ പാവയ്ക്കയുടെ കയ്പ്പ് മാറാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ പിഴിഞ്ഞ് കളയണേ. ഇനിയിപ്പോൾ പാവയ്ക്കയുടെ കയ്പ്പ് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഇങ്ങനെ പിഴിഞ്ഞ് കളയണമെന്നില്ല കേട്ടോ. ഇങ്ങനെ പിഴിഞ്ഞ് കളയാതെ ഉപയോഗിക്കുന്നതായിരിക്കും ഹെൽത്ത് വൈസ് നല്ലത്. പക്ഷെ പിള്ളേർക്കൊക്കെ പാവയ്ക്ക കയ്പ്പുള്ളതുകൊണ്ട് അത്ര ഇഷ്ടം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ പാവയ്ക്ക ഉണ്ടാക്കിയിട്ട് കൊടുക്കുകയാണെങ്കിൽ പിള്ളേരും കഴിച്ചോളും, അധികം കയ്പ്പും ഉണ്ടാവില്ല. അപ്പോൾ ഇതാ ഇവിടെ നമ്മൾ പാവയ്ക്കെല്ലാം നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഈ കറി കടുക് പൊട്ടിക്കാൻ വേണ്ടി ഞാനിവിടെ എൻ്റെ അടുത്ത് ചുവന്നുള്ളി ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ഒരു അരമുറി സവാള എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 വെളുത്തുള്ളി, 3-4 വറ്റൽമുളക്, ഇതെല്ലാം കൂടി ഞാനൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരല്പം കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ ചക്കക്കുരു ഒരു ചട്ടിയിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അതുപോലെ തന്നെ നമ്മുടെ കറിക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് വേവിക്കാൻ വെക്കുവാണ്. അപ്പം നമ്മൾ ചക്കക്കുരുവിൽ നിറയ്ക്ക് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഒരു 10-25 മിനിറ്റ് കഴിഞ്ഞപ്പോഴേനും എൻ്റെ ചക്കക്കുരു വെന്തിട്ടുണ്ട്. കിളുന്ന ചക്കക്കുരു ആയതുകൊണ്ട് വേഗം തന്നെ വെന്ത് കിട്ടി. അപ്പോൾ ഈ സമയത്ത് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന പാവയ്ക്ക ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ പിടി തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. ഇത് എൻ്റെ അടുത്ത് ഫ്രോസൺ തേങ്ങയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കണേ. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നന്നായി മിക്സ് ചെയ്തിട്ട് വീണ്ടും നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് തുറന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ പാവയ്ക്ക വെന്തിട്ടുണ്ടോ എന്ന് നോക്കുക. അധികം വേവൊന്നുമില്ല പാവയ്ക്കയ്ക്ക്. അപ്പോൾ ഇതിവിടെ വെന്തിട്ടില്ല. ഒരു ഇച്ചിരി നേരം കൂടെ നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കണം. ഇതാ ഒരു 5 മിനിറ്റ് കൂടെ കഴിഞ്ഞപ്പോൾ നമ്മുടെ പാവയ്ക്ക് ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ല പോലെ വെള്ളവും പറ്റിയിട്ടുണ്ട്. ചക്കക്കുരു ആയാലും നല്ല പോലെ വെന്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു കറി ഉണ്ടാക്കുമ്പോൾ ചക്കക്കുരു നന്നായിട്ട് വേവണം, എന്നാലേ ആ കറിക്ക് ആ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി നമുക്കിതൊന്ന് മാറ്റി വെച്ചിട്ട് ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് കടുക് പൊട്ടിക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടി എണ്ണ ഒഴിച്ചു കൊടുക്കുവാണ്. ഇനി എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇതാ നമ്മുടെ കടുകെല്ലാം നന്നായി പൊട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കുവാണ്. ഇനി നമുക്കിത് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. പിന്നെ നമ്മൾ ഈ ഒരു കറിയിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. മഞ്ഞൾപ്പൊടി ഒരല്പമേ ചേർക്കാമുള്ളൂ. ഇതൊരു ടിപ്സായിട്ട് നിങ്ങൾ കൂട്ടിക്കോട്ടോ. നമ്മൾ പാവയ്ക്ക മെഴുക്ക് വരട്ടുവോ ഒലത്തുവോ എന്ത് ചെയ്താലും മഞ്ഞൾപ്പൊടി ചേർക്കാതിരിക്കുന്നതാണ് കൂടുതൽ നല്ലത്. മഞ്ഞൾപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ പാവയ്ക്കയുടെ കയ്പ്പ് കൂടും. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പാവയ്ക്കയും ചക്കക്കുരുവും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഇച്ചിരി കുഴഞ്ഞ പരുവത്തിനായിരിക്കും ഇരിക്കണേ, അതൊന്നും ഒരു കുഴപ്പമില്ല. നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് നേരം കഴിയുമ്പോൾ ഇത് ഡ്രൈ ആയി കിട്ടും. അതുപോലെ തന്നെ ഒത്തിരി ഡ്രൈ ആവുകയും വേണ്ട. ഒത്തിരി ഡ്രൈ ആയി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് മാറും. ഇച്ചിരി ഒന്ന് കുഴഞ്ഞ പരുവത്തിനിരിക്കണയാണ് ടേസ്റ്റ് കൂടുതൽ. ഇതാ അപ്പം അങ്ങനെ നമ്മുടെ പാവയ്ക്ക ചക്കക്കുരു ഓലത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ആരും ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും. ഞാനൊക്കെ ആയാലും പണ്ട് ഇങ്ങനെ പാവയ്ക്ക കഴിക്കില്ലായിരുന്നു. അപ്പോൾ എൻ്റെ മമ്മിയൊക്കെ ഇങ്ങനെയാണ് ഉണ്ടാക്കി തന്നുകൊണ്ടിരുന്നത്. ഇങ്ങനെ ഉണ്ടാക്കി തന്നു കഴിഞ്ഞാൽ പാവയ്ക്ക ഞങ്ങൾ കഴിക്കുമായിരുന്നു. ഇപ്പം പിന്നെ പാവയ്ക്കൊക്കെ ഇഷ്ടമാട്ടോ.
അപ്പോൾ ഇന്നത്തെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ.